നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിംഗില് സഞ്ജീവിനി കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവിനി അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോ എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ, ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഗസ്റ്റ് 20 രാത്രി മജീദ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് അൻസിബേനെ സഞ്ജീവനിന്ന് മാറ്റിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ക സഞ്ജീവനിന്ന് മാറ്റിയതല്ല, നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട്, നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? അത്രയും നല്ലതല്ലേ. പിന്നെ നമുക്കും സമയം തരൂ, നമുക്ക് നമ്മളുടെ കമ്മിറ്റി രീതി, നമ്മളുടെ രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്കും സഞ്ജീവനി നമ്മളുടെ രീതിയിൽ നടത്താനുള്ള ഒരു ഫ്രീഡം തരൂ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഐ കൻ അണ്ടർസ്റ്റാൻഡ് എന്നല്ല ഒരു തെറ്റിദ്ധാരണ. ഒരുപാട് മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മജീദാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസോ ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സപ്ലൈ ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ റോണിന്റെ മുകളിൽ അൻസിബ പൊതുവേദിയില് മീഡിയ മുമ്പാകെ ഇങ്ങനെ പറയുമ്പോ സങ്കടം തോന്നുന്നുണ്ട്. ബിക്കോസ് അൻസിബ ഇപ്പൊ പറയണത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം കറക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ, മീഡിയ മുമ്പാകെ വന്നിട്ട് കമ്മിറ്റി വന്നിട്ട് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എല്ലാത്തിലും അവസാനം ഒരു അമ്മയാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത്. അമ്മ അസോസിയേഷൻ ആണ് നാറുന്നത്. അവിടെയാണ് എനിക്ക് സങ്കടം വരുന്നത്. ബിക്കോസ് എന്നെ നിങ്ങളെല്ലാരും ആരൊക്കെ വോട്ട് ചെയ്തു, അവരെല്ലാരും എന്നെ ഈ സ്ഥാനത്തിൽ ഇരുത്തിയത് അമ്മ അസോസിയേഷന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കമ്മിറ്റിയിൽ ഒരു പാനൽ ഇല്ലായ്മ, നമ്മുടെ കമ്മിറ്റിയിൽ അൻസിബ പോലെ ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാര് വന്ന് ഇന്ന് വിസിൽ ബ്ലോവർ ആയിട്ട് മീഡിയ മുമ്പാകെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, കൈ വിട്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയാണ്, പക്ഷെ ഡോക്ടർ റോണീനെ ഒരു കാരണവശാലും ഞാനോ എന്റെ കമ്മിറ്റിന്റെ ഒരാളും തെറ്റിദ്ധരിക്കില്ല. ബിക്കോസ് he's a proper doctor, and we are very proud of Sanjeevani and Dr. Ronnie, Anjali and Asha superb ആയിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ശ്വേത മേനോന്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സർക്കിളിൽ ശ്വേത മേനോൻ അയച്ച വോയിസ് ക്ലിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൂടെ നിന്ന് ആരാണ് ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടത് എന്നുള്ളത് അറിയില്ല. ഈ വോയിസ് ക്ലിപ്പിൽ ശ്വേത മേനോൻ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ അവിടെ പുതിയൊരു പാനൽ വന്നു. അപ്പോൾ അവരുടേതായ രീതിയിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി ശ്രമിച്ചതായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അങ്ങനെ തന്നെയല്ലേ, പുതിയ ആളുകൾ വരുമ്പോൾ അവരുടെ ഐഡിയക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി അവർ ശ്രമിക്കും. അപ്പോൾ പഴയ ആളുകളെ ചിലപ്പോൾ നമുക്ക് മാറ്റേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ തട്ടിപ്പും വെട്ടിപ്പും എല്ലാം നടന്നതായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അൻസിബയുടെ ഭാഗത്ത് നിൽക്കും. പുറം ലോകം ഇനിയും അറിയുവാൻ ബാക്കി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത് എന്നുള്ളത് വഴിയെ കണ്ടറിയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുവാൻ മറക്കരുത്.